തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാൻ ഇന്ന് കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഈ ഫേസ് വാഷാണ്. ഹിമാലയയുടെ ജെൻറ്റിൽ എക്സ്ഫ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ആപ്രിക്കോട്ടിൻ്റെ ഫേസ് വാഷാണ്. ഇതിൽ ആപ്രിക്കോട്ടും അലോവേറയും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആപ്രിക്കോട്ട് എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ, നമുക്ക് അത്യാവശ്യം ഒരു സ്ക്രബും കൂടെ തരുന്ന ഒരു ഫേസ് വാഷാണ്. ഇതിന് 160 രൂപയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ ഇത്. അടുത്തത് എവർ യൂത്തിൻ്റെ ഗോൾഡൻ ഗ്ലോ എന്ന് പറയുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ഉണ്ട് കേട്ടോ. അത് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. ഇടുന്ന സമയത്തൊരു ഗ്ലോ അത്രയേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഒരു ഇൻസ്റ്റൻറ്റ് നമുക്കിപ്പോൾ ഇന്നൊരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ ഒരു 5 മിനിറ്റത്തെ ഗ്ലോ അത്രയേ ഉള്ളൂ എനിക്ക് ഫീൽ ചെയ്തോളൂ. പിന്നെ വീക്കോയുടെ ടർമറിക്, ഇത് എൻ്റെ ഒരു ഫേസ് ക്രീമാണ്. ഒരുപാട് നാൾ ഞാൻ ചെറുതിലേ മുതലേ യൂസ് ചെയ്യുന്നൊരു ഫേസ് ക്രീമാണ്. ഇതൊരു ആയുർവേദിക് പ്രോഡക്റ്റ് ആയിരുന്നു, ഇപ്പോഴും അങ്ങനെയാണെന്നാണ് വിശ്വാസം. എല്ലാ ലോക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇത് നല്ലൊരു ക്രീമാണ് കേട്ടോ, നമ്മുടെ ഡാർക്ക് സ്പോട്ട്സൊക്കെ മാറ്റാൻ നല്ലതാണ്. അടുത്തതൊരു സൺസ്ക്രീനാണ് കേട്ടോ. ഇത് ലാക്മിയുടെ സൺസ്ക്രീനാണ്. ഞാൻ കല്യാണത്തിന് മുമ്പ് അങ്ങനെ സൺസ്ക്രീനൊന്നും യൂസ് ചെയ്തിട്ടില്ല. കല്യാണത്തിന് ശേഷമാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്കൊരു അലർജി പോലെയൊക്കെ, സ്കിൻ അലർജി പോലെയൊക്കെ വന്നതിന് ശേഷം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഡോക്ടർ സജസ്റ്റ് ചെയ്തതൊന്നുമല്ല, ആ സമയത്ത് വേറെയാണ്. ഇപ്പം ലോക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ലാക്മിയുടെ സൺ എക്സ്പേർട്ടാണ്. വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ലൊരു സൺസ്ക്രീനാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് യാഡ്ലിയുടെ ലണ്ടൻ മോർണിംഗ് ഡ്യൂ എന്ന് പറയുന്ന ഫ്രേഗ്രൻസിലുള്ള ഒരു പൗഡറാണ് കേട്ടോ. ഇത് ഞാൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. വീട്ടിൽ ഹസ്ബൻഡോ പിള്ളേരോ ഒന്നും പൗഡർ യൂസ് ചെയ്യില്ല. അതാണ് ചെറിയ ബോട്ടിൽ, 30 രൂപയുള്ളൂ. നമ്മുടെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ഫ്രേഗ്രൻസ് ആണ് ഇതിന്. ഇതിൻ്റെ ഈ കളറിലെ സോപ്പ് എനിക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ പൗഡർ നല്ല മണമാണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ ഡൗവിൻ്റെ ഒരു ബ്യൂട്ടി ക്രീമാണ് കേട്ടോ. ഇത് ഞാൻ ഫേസിലൊന്നും അപ്ലൈ ചെയ്യില്ല, കയ്യിലോ കാലിലോ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഇതെനിക്കൊരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇത് നല്ല ക്രീമാണ്, എല്ലാവർക്കും അറിയാവുന്ന നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്രീം തന്നെയാണ്. പക്ഷേ എനിക്ക് ഫേസിൽ വീക്കോ മാത്രമേ പറ്റുള്ളൂ. ഡവ് ഒന്നും ഞാനിങ്ങനെ യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഒരു ക്രീം. പിന്നെ ഞാൻ വേറെ ഒരു ക്രീമും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ക്രീം 21 എന്ന് പറയുന്നത് നമ്മുടെ ലുലു മോളിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലോഷനുണ്ട്. ഞാനിപ്പോൾ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു അൾട്രാ ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്രീമാണ് കേട്ടോ. ഞാൻ കാലിലാണ് കൂടുതൽ യൂസ് ചെയ്യാറ്, പക്ഷെ നല്ല മോയ്സ്ചറൈസിങ് തരുന്ന ഒരു ക്രീമാണ് കേട്ടോ. ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണേ. നമ്മുടെ ലോക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ്. നല്ലൊരു ക്രീമാണ്, എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. പിന്നുള്ളത് ഒരു പെട്രോളിയം ജെല്ലിയാണ്, നമ്മുടെ വാസലിനൊക്കെ പോലെ തന്നെ. ഇതിനകത്ത് അലോവേറയും ഒലീവ് ഓയിലും ഒക്കെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും നമ്മുടെ ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് വരണ്ട് വരുന്ന സമയത്ത് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അടുത്തത് വന്നിട്ടൊരു സിറം ആണ്, നമ്മുടെ ഹെയർ സിറം. ഇതെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെയർ സിറമാണ്. ഇതും ചെറിയൊരു ബോട്ടിലാണ്. പിന്നെ അടുത്തത് ഒരു BB ക്രീമാണ്. ഇത് ഞാൻ ജസ്റ്റ് മൂത്ത ആൾ നദാനിയ പാട്ടിനൊക്കെ സ്കൂളിൽ ചേരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, മുഖമൊക്കെ ഒന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലിയിലെ ഗ്ലോ ലവ്ലി BB ക്രീം. നല്ല ക്രീമാണ്, ജസ്റ്റ് ഒരു ഗ്ലോയൊക്കെ തരും കേട്ടോ. പിന്നെ ഒരെണ്ണം ഉള്ളത് ലിക്വിഡ് ഫൗണ്ടേഷനാണ്, ബ്ലൂ ഹെവൻ്റെ. ഇത് വന്നിട്ട് ഞാൻ നദാനിയ സ്കൂളിൽ ഡാൻസിനൊക്കെ ചേരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം കവറേജൊക്കെ തന്നെയാണ്, പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നതാണ് കേട്ടോ. നമുക്ക് നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ മുഖത്ത് ഫുൾ ആവുന്ന ഒരു ഫൗണ്ടേഷനാണ്. ഏകദേശം തീരാറായി. നമുക്കിനി പരിപാടികളൊക്കെ വരുമല്ലോ, പിള്ളേർക്ക് സ്കൂൾ തുറന്ന് ഇനി ക്രിസ്മസ് ഡാൻസ്, ഓണം ഫെസ്റ്റിവൽ സെലിബ്രേഷനൊക്കെ വരുമല്ലോ, ആ സമയത്തൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ കണ്ണെഴുതാൻ തുടങ്ങിയപ്പോൾ തൊട്ട് യൂസ് ചെയ്യുന്നതാണ് ഒന്നുകിൽ ഡാസ്ലർ അല്ലെങ്കിൽ ഐറ്റെക്സ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഐലൈനർ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. വേറെ ബ്രാൻഡൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. നല്ലൊരു ഐലൈനറാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പം വേറെ ബ്രാൻഡ്സിൻ്റെയും പല ഷേപ്പിലുമുള്ള ഡാസ്ലറിൻ്റെ ഇറങ്ങുന്നുണ്ട് അല്ലേ. പിന്നെ ഒന്ന് കാജലാണ്, ഹിമാലയയുടെ കാജലാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നോർമൽ ഒരു കാജലാണ്. ഇത് ഞാൻ ഇളയാൾക്ക് പിരിവൊക്കെ എഴുതാനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. തീരാറായി. ഇത് 50 രൂപയാണ്, എല്ലാ ലോക്കൽ സ്റ്റോറിലും കിട്ടുന്നതാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് നമ്മുടെ ഡാസ്ലറിൻ്റെ ഒരു പെൻസിൽ കാജലാണ്. ഇത് ഞാൻ വാങ്ങുന്നത് നദാനിയയ്ക്ക് ഈ കണ്ണിൻ്റെ അടിയിലൊക്കെ എഴുതാനായിട്ട് ആണ് വാങ്ങിയത്. കാരണം എനിക്ക് കൈ കൊണ്ട് എഴുതാനായിട്ട് പേടിയാണ് കണ്ണിലൊക്കെ. അപ്പം അങ്ങനെ എഴുതാനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. നല്ലതാണ്, അത്യാവശ്യം ബ്ലാക്കാണ്.
പിന്നെ ഒരെണ്ണം ഉള്ളത് പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയതല്ല, എൻ്റെ അനിയൻ്റെ വൈഫിൻ്റെയാണ്. ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നദാനിയും ആളും കൂടെ ഭയങ്കര കളിയാണ്, ഈ തമ്മി തമ്മി ഒരുക്കി അങ്ങനെയൊക്കെ. അപ്പം ഞാനങ്ങനെ ലിപ്സ്റ്റിക്കൊന്നും നദാനിക്ക് കൊടുക്കാറില്ല. അപ്പം അവളുടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. ഇത് ഓൾമോസ്റ്റ് തീരാറായി, നദാനിയെ കളയാൻ സമ്മതിക്കുന്നില്ല. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് 130 ആണ്, പ്ലമ്മിൻ്റെ 130 ആണ് ഷെയ്ഡ്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. അത് കട്ടയായി, അതിനകത്ത് നമുക്ക് വിസിബിളാണ്, അതിൻ്റെ ആ സ്റ്റിക്കിൻ്റെ വൈറ്റ് കളർ കണ്ടോ, വിസിബിളാണ്. അത് ഏകദേശം തീരാറായി, പക്ഷെ നദാനിയെ കളയാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ എടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് മാസിൻ്റെ നല്ല ക്യൂട്ട് പാക്കേജിങ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാസിൻ്റെ പാക്കേജിങ്. ഇത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ ആണോ അങ്ങനെ പീച്ചാണോ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബ്രൗൺ ഷെയ്ഡ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 11 ആണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്നൊരു ഷെയ്ഡാണ്. നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. 11 ആണ് കേട്ടോ. ഏരിയൽ ഏവ് എന്നാണ് ഷെയ്ഡ് നമ്പർ. ഷെയ്ഡിൻ്റെ പേര് ഏരിയൽ ഏവ് എന്നാണ് കേട്ടോ. ഞാനിത് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കൊള്ളാം, നല്ലൊരു ഷെയ്ഡാണ് ഇത്. പിന്നെ ഇനി ഒരു നമ്പരും കൂടെ ഉണ്ട്, നമ്മുടെ കുച്ചുപ്പൊടി. എനിക്ക് ആ ഷെയ്ഡും കൂടെ വാങ്ങണമെന്നുണ്ട്. നല്ലൊരു പാക്കേജിങ് ആണ് അല്ലേ ഇത്. പിന്നെ നമുക്കുള്ളത് ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് നദാനിക്ക് ഡാൻസിനൊക്കെ ഇടാനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇലക്ട്രിക് പിങ്ക് എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. ഏകദേശം അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇളകി തുടങ്ങി. വാങ്ങിച്ചിട്ട് കുറച്ച് നാളേ ആയുള്ളൂ, പക്ഷേ പിള്ളേരെടുത്ത് കളിച്ച് ഉപയോഗിച്ചൊക്കെ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഇളകി തുടങ്ങി. ഇത് ഇച്ചിരി ഗ്ലോസി ടൈപ്പ് ആണെങ്കിലും അത്യാവശ്യം മാറ്റ് ഫിനിഷ് തരുന്നതാണ് കേട്ടോ. ഇട്ട് കഴിയുമ്പോൾ ഒരു മാറ്റ് ഫിനിഷ് തരുന്നതാണ്. നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ കയ്യിലുള്ള പ്രോഡക്ട്സ്. നിങ്ങൾ വിചാരിച്ച പോലെ ഒരുപാട് ബ്രാൻഡഡ് ഒന്നും അല്ല, അത്യാവശ്യം എല്ലാവർക്കും സിമിലർ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് തന്നെയാണ് കേട്ടോ എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. ഇനി പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.